കുടിവെള്ളം മലിനമാക്കപ്പെടുന്ന അവസ്ഥ അത് എത്രത്തോളം ഭീതിതമാണെന്ന് നമുക്കറിയാം. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അരുൺ സോളമൻ ഉണ്ട്. അരുൺ, ഇന്ന് നമ്മൾ ലോക്കൽ ഫോക്കസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് വിഷയമാണ്? ഒരു വലിയ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വർക്കലയിൽ സ്വകാര്യ പ്രസ്സാണ് വില്ലൻ എന്നറിയുന്നു. അവിടെ നിന്നുള്ള രാസവസ്തുക്കൾ സമീപത്തെ കിണറുകളെ ഉൾപ്പെടെ മലിനമാക്കുന്നു എന്ന പരാതിയാണല്ലോ വരുന്നത്. ചെമ്മരുതി, മുട്ടപ്പലം, ബംഗ്ലാവ് മുക്ക് റെസിഡൻസ് ഏരിയയിൽ ഏതാണ്ട് 50-ലധികം കുടുംബങ്ങൾ ദുരിതത്തിലാണ് എന്നാണല്ലേ മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം. 9 മാസം മുമ്പ് ഇതുപോലെ ഒരു വലിയ മഴ പെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കിണറ്റിലില്ല. ഇതിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ നെഞ്ചിനകത്തുനിന്ന് ഉള്ളുന്നൊരു ഇത് നീറ്റൽ കയറുന്നു. ഇപ്പോൾ എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു വയറിളക്കവും വയറ്റുവേദനയൊക്കെ വന്നായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി അതിന് ശേഷമാണ് വെള്ളം മാറ്റിയത്. വെള്ളം അപ്പോൾ പരിശോധിച്ചപ്പോൾ ഇതൊരു വായി പോലും കൊള്ളരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളം മേടിച്ചാണ് ഉപയോഗിക്കുന്നതോ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് 3 കന്നാസ് വെള്ളം. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 കാലും മന്ത് കാല് കണക്ക് നീരുമായി, പിറം മൊത്തം ഒരുമാതിരി ചൊറിച്ചിലും ഒക്കെ ആയി. ഇപ്പം അത് മാറ്റി ഈ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ചപ്പോൾ ആ നീരൊക്കെ അങ്ങ് മാറി. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ക്യാൻസറിൻ്റെ ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ വയറിളക്കും, വയറ്റുവേദന. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു, ഇതാണെന്ന്. ഇപ്പം അത് കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും കംപ്ലൈൻ്റ് ഇല്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇത് കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഒരു ചെളി അങ്ങനെയുള്ള പ്രശ്നമായിട്ടൊന്നും കാണത്തില്ല, കളർ വ്യത്യാസം ഉണ്ടാവില്ല. ഇത് പ്യൂർലി കെമിക്കലാണ്. ഇത് പല പ്രാവശ്യം പൊല്യൂഷൻ കൺട്രോളുകാരും ഗ്രൗണ്ട് വാട്ടറുകാരും വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോകുന്ന ഒൺലി pH മാത്രമാണ്. പൊല്യൂഷൻ കൺട്രോൾ ഭാഗം ആകെ 3 പ്രാവശ്യമാണ് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രാവശ്യത്തെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ലെന്നാണ്. അരുൺ സോളമനുണ്ട്. അരുൺ, രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് വെള്ളം കുടിക്കരുത് ഈ ഭാഗങ്ങളിൽ നിന്ന് DMOയെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണോ ഈ പ്രിന്റിംഗ് ഹൗസ് പ്രവർത്തിക്കുന്നത്? മറ്റ് നിയമലംഘനങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? വിനീത, കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പൂർണ്ണ പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ അന്നൊന്നും തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല. എല്ലാ ഗവൺമെൻറ് പ്രസ്സായാൽ തന്നെയും അതിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാക്കി വരുന്ന പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കെമിക്കലുകളൊക്കെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ അതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പ്ലാന്റുകൾ ഇത്തരത്തിലുള്ള പ്രസ്സുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ ലൈസൻസ് കൃത്യമായി വേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് ഫാക്ടറി ലൈസൻസോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഈ ലൈസൻസുകൾ ഒന്നും തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ 3 വർഷമായപ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ആദ്യമായി ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. വയറുവേദനയും ഉദര സംബന്ധമായിട്ടുള്ള മറ്റ് പല പ്രശ്നങ്ങളുമായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അടക്കം ഈ രോഗികളെത്തി ആശുപത്രിയിൽ എത്തുമ്പോഴും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് സമീപത്ത് ഏതെങ്കിലും ഈ വെള്ളത്തിലോ കുടിവെള്ളത്തിലോ ഭക്ഷണത്തിലോ ഏതെങ്കിലും രൂപത്തിൽ തങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രാസവസ്തുക്കൾ കടന്നു ചെല്ലുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പ്രദേശത്തെ ചുറ്റുപാട് നോക്കുമ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ഒരു സ്വകാര്യ പ്രസ്. അങ്ങനെ ഈ സ്വകാര്യ പ്രസ്സിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയൊരു പ്രക്ഷോഭ സമരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പഞ്ചായത്ത് ഈ സ്ഥാപനത്തിന് ഇപ്പോൾ ലൈസൻസ് നൽകിയിട്ടില്ല. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ സമീപവാസികൾ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം, നിലവിൽ ഗ്രൗണ്ട് വാട്ടർ ലെവലിലേക്ക് ഇപ്പോൾ ഈ രാസവസ്തുക്കൾ കടന്നിരിക്കുന്നു. അസിഡിറ്റിയുടെയും അതുപോലെ തന്നെ pH മൂല്യവും ഇപ്പോൾ വളരെ കുറഞ്ഞൊരു അവസ്ഥ, അസിഡിറ്റി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികമായിട്ടുള്ള ഒരു ആശങ്കയും പ്രയാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ജനങ്ങൾ ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന ഒരു നീക്കമുണ്ട്. നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ് 50ഓളം കുടുംബങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.